മക്കളെ, ഞാനാണെങ്കിൽ വാർത്തക്കത്ത് കണ്ടേ 9 മണിയുണ്ട്, ആരെങ്കിലും മുറ്റത്തിറങ്ങുവാണെങ്കിൽ അവരൊരു പ്രേതം പിടിച്ചോണ്ട് പോവെന്ന് പറഞ്ഞു. അമ്മ പറയുന്നത് സത്യമാണോ? പ്രേതമോ? അതെ മക്കളെ, പ്രേതം. അമ്മ ഇപ്പൊ എത്ര മണിയായി? 8:40 സമയം. അയ്യോ മോനെ, പയറൊന്നും ഇല്ലല്ലോ ഇവിടെ, പഞ്ചസാര എല്ലാം തീർന്നു പോയി. അന്ന് അമ്മ ഞാൻ പോയി മേടിച്ചിട്ട് വരാം. അല്ല എടാ മോനെ, നീ പോണ്ടാ. അത് മാത്രമല്ല, കട അടച്ച് കാണത്തില്ല, ഇത്ര സമയമില്ലേ. നമ്മുടെ കുട്ടപ്പച്ചേട്ടന്റെ കടയാണെങ്കിലേ 10 മണി കഴിയാതെ അടക്കത്തില്ലല്ലോ. എടാ മോനെ, പെട്ടെന്ന് വരണം കേട്ടോ. ആ പ്രേതം വരാനേ കുറച്ച് സമയം കൂടെ ഉള്ളു. ഇനി ആ പ്രേതം വരാൻ 9 മണിയായ പ്രേതം ഇറങ്ങും. പിന്നെ ആരെങ്കിലും വീടിന്റെ പുറത്തിറങ്ങണേ അവരെ പിടിച്ചോണ്ട് പോയി കൊന്നു തിന്നും. ആ ശരി അമ്മ, ഞാനൊന്ന് സൂക്ഷിച്ചു വെക്കോളാം. എടി മിന്നു, നീ വരുന്നുണ്ടോ? അമ്മ അച്ഛൻ എന്തി? അച്ഛനാണെങ്കിൽ അടുക്കള ജോലി ചെയ്യുക. എന്നാ ഞങ്ങൾ രണ്ടുപേരും പോവാണ് അമ്മേ കടയിലോട്ടെ. എടി നല്ലപോലെ ഇരുട്ടിയല്ലോട് സമയം. ശരി ചേട്ടാ, നല്ല ഇരുട്ടാ. അയ്യോ 8:50 സമയം. ആ പ്രേതം ഇപ്പൊ ഇറങ്ങുമല്ലോ 9 മണിയാകുമ്പം. കടയെ അടച്ചു പോയി, ഇനി എന്ത് ചെയ്യാവോ? ഇത് ചിലപ്പോ ആ പ്രേതം ഇറങ്ങിയെന്ന് കുട്ടപ്പച്ചേട്ടൻ അറിഞ്ഞു കാണും. ചിലപ്പോ അതുകൊണ്ടായിരിക്കും നേരത്തെ കടയടച്ചേ. എടീ, പ്രേതം ഇറങ്ങി 9 മണിയായി. അമ്മ ഇങ്ങോട്ടൊന്ന് ഓടിവാ. അതെ അമ്മ, കണ്ടില്ല, പക്ഷെ സൗണ്ട് കേട്ട് ഞങ്ങള് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഭാഗ്യം. മക്കളോട് ഞാൻ പറഞ്ഞല്ല പോവല്ലേന്ന്. ആ പ്രേതം നിങ്ങളെ പിടിച്ചറിഞ്ഞ് എന്ത് ചെയ്താനെയാവോ നീ? നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വാ, എനിക്ക് നിങ്ങളെ കൊന്ന് തിന്നണം. മക്കൾ, നമുക്ക് പേടിക്കണ്ട. നമുക്ക് ആർക്കും പേടിക്കണ്ട. കാരണം ആ പ്രേതം നമ്മുടെ വീടിന്റെ ഉള്ളിലൊന്നും കയറത്തില്ല, പുറത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. നമ്മൾ പുറത്തിറങ്ങിയാൽ മാത്രമേ ആ പ്രേതം നമ്മളെ കൊല്ലത്തുള്ളൂ. അമ്മ, നമുക്ക് അച്ഛൻ്റെ അടുത്തിട്ട് പോയാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയായിരുന്നു ആ പ്രേതത്തിന്റെ സൗണ്ട് കേട്ടിട്ട്. തൊട്ടു തൊട്ട് നിന്ന് മുട്ടി മുട്ടി നിന്ന് കട്ടെടുത്ത കള്ള കാമുകനെ സ്നേഹമൊന്തരി വാറ്റിയരാവ്. രമേശേട്ടാ, ഇപ്പൊ നടന്ന കാര്യങ്ങൾ നിങ്ങളൊന്നും കേട്ടില്ലേ? എന്താ കാര്യാടി? നിങ്ങളിപ്പോ കേട്ടില്ല? വാർത്തക്കത്ത് കണ്ടില്ലേ? എടി, ഞാനും ജോലി കണ്ട് ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും അടുക്കളയിൽ കയറി ജോലിയല്ലേ, ഞാനൊന്നും കണ്ടില്ല. ഒന്നും പറയണ്ട രമേശേട്ടാ. 9 മണി ആയിട്ടാണെങ്കിൽ ഒരു പ്രേതം ഇറങ്ങും, ആരെങ്കിലും മുറ്റത്ത് ഇറങ്ങുവാണെങ്കിൽ അവരെ പിടിച്ചോണ്ട് പോകുന്നു. അല്ല, നിന്നോട് ആരും ഈ കാര്യം പറഞ്ഞേ? ഞാൻ വാർത്തക്കത്ത് കണ്ടതാ. അല്ല, ഏതെങ്കിലും ആൾക്കാരൊക്കെ നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുകൊണ്ട് നമുക്ക് പേടിക്കണ്ടായിരുന്നു. കാരണം അവർ ചുമ്മാ പറയുന്നതായിരിക്കും. പക്ഷെ വാർത്തക്കത്തൊക്കെ കാണുമ്പോൾ സീരിയസ് അല്ലേ അതൊക്കെ? അത് മാത്രല്ല, നമ്മളെ മക്കളാണെങ്കിൽ കടയിൽ പോയേ, അപ്പോഴാണെങ്കിൽ ആ പ്രേതത്തിന്റെ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞു. ആണോ മക്കളെ? അതെ അച്ഛൻ, ഞങ്ങള് പ്രേതത്തിന്റെ സൗണ്ട് കേട്ട്. ഇറങ്ങി വാടാ 4 എണ്ണം, എനിക്ക് 4 എണ്ണത്തിനെ വേണം, ചോര കുടിക്കാനും തിന്നാനും. അയ്യോ, ആ പ്രേതം പുറത്ത് നിന്ന് നമ്മളെ വിളിക്കുന്നു. ഇറങ്ങല്ല കേട്ടോ ആരും. ഞാൻ മണിക്കൂടെ നിനക്ക് മൂത്രം ഒഴിക്കുന്ന അകത്ത് പോയി മൂത്രം ഒഴിച്ചു കേട്ടോ, പുറത്തുനിന്ന് പോയി മൂത്രം ഒഴിക്കല കേട്ടോ. ആ ശരി അച്ഛൻ, ഞാൻ അകത്ത് പോയി കാര്യം സാധിച്ചോളാം. ഇതുവരെ ശല്യമല്ലേ രമേശേട്ടാ? 9 മണി ആകുവാണെങ്കിൽ ആ പ്രേതം ഇറങ്ങും. പിന്നെ 12 മണി കഴിഞ്ഞിട്ട് അത് പോത്തുള്ള ആ പ്രേതം. പിന്നെ നമുക്ക് ആർക്കും ആ സമയത്ത് മുറ്റത്തിറങ്ങാൻ പറ്റത്തില്ല. ഭാഗ്യം 12 മണി വരെ ഉള്ളു ആ പ്രേതം. അല്ലെങ്കിൽ നമ്മളിനി എന്ത് ചെയ്യുന്നു? ഇപ്പൊ രാവിലെ ഒരു 6 മണി 7 മണി വരെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്തേ? പെട്ടു പോത്തില്ലായിരുന്നു. ആ, നീ പറഞ്ഞ ശരിയാടി. ഇങ്ങോട്ട് ഇറങ്ങി വാ 4 എണ്ണം. ഒന്ന് പോടി പ്രേതമേ, മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുക. എന്നോട് ഞാൻ മിണ്ടാൻ പറഞ്ഞില്ല, ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് മിണ്ടിയാ മതി കേട്ടോ. നീ പോടോ കൊരങ്ങ നീയാടി. പോടോ കോഴിത്തലയാ. അതിന് നിനക്ക് ഞാൻ കോഴിത്തല എന്നാണ് കാണണോടി. ഞാൻ ഇപ്പൊ ഇറങ്ങി വരാടി, നിന്നെ ശരിയാക്കി ഞാൻ. അയ്യോ രമേശേട്ടാ, പോലെ ആ പ്രേതം രമേശനെ പിടിച്ചു തിന്നും. ആ പ്രേതത്തിന്റെ കളി എന്റെ അടുത്തല്ലേ? അയ്യോ എന്റെ അമ്മേ, ഇതെന്തിനു പ്രേതം? ഓടിക്കോ. ചെയ്തതിന് മുമ്പ് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഭാഗ്യം, അതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മുടെ ഹാപ്പി കിഡ് ഇല്ലേ, നമുക്ക് ഹാപ്പി കിഡിനെ വിളിച്ചാലോ? എടി, നിനക്ക് നേരത്തെ പറയത്തില്ലായിരുന്നോടി? നമുക്കൊന്ന് ഇപ്പൊ തന്നെ ഹാപ്പി കിഡിനെ വിളിക്കാം. ഇങ്ങോട്ട് വരണേ. ഹലോ, നിങ്ങളുടെ ഹാപ്പി കിഡ് എത്തിയിട്ടുണ്ട്. ഹാപ്പി കിഡ് വന്നോ? എന്താ എന്നെ വിളിച്ച കാര്യം? ഹാപ്പി കിഡ് 9 മണി കഴിഞ്ഞാൽ ഒരു പ്രേതം ഇറങ്ങുന്നേ. ആരെങ്കിലും വീടിന്റെ മുറ്റത്ത് ഇറങ്ങുവാണെങ്കിൽ, എവിടെയെങ്കിലും ഇറങ്ങുവാണെങ്കിലേ അവരാ പ്രേതം പിടിച്ചോണ്ട് പോകുന്നു. 12 മണി കഴിഞ്ഞിട്ട് ആ പ്രേതം ഇനിയും തിരിച്ചു പോകത്തുള്ളൂ നാന്റെ സ്ഥലത്തോട്ട്. എന്നാ ആ പ്രേതത്തിന് ഭിത്തി തേച്ചടിക്കാൻ പോവേ. മോനെ, ഹാപ്പി കിഡ് സൂക്ഷിച്ചു പോണം കേട്ടോ. ആ ശരി അമ്മേ, ഞാൻ സൂക്ഷിച്ചു പൊക്കോളാം. ഹാപ്പി കിഡ് പോയിട്ട് കുറെ നേരമായല്ലോ, സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. അയ്യോ, എന്നെ
ഹാപ്പിക്കിട്ട് ആ പ്രേതത്തിന് ഫിറ്റി അടിച്ച് തേച്ച് കാണും. അയ്യോ ഞാൻ ചത്തേ. ആ പ്രേതത്തിന്റെ കളി എന്റെ അടുത്തല്ലേ. ആ പ്രേതത്തിനെ അടിച്ച് ഞാൻ ഭിത്തി കയറ്റി വെച്ചിട്ടുണ്ട്. ഹാപ്പിക്കിട്ടേ എന്നാ ഞാൻ പോവാണേ. ഓ ആ പ്രേതത്തിന് എന്തായാലേ ഹാപ്പിക്കിട്ട് ഫിറ്റി അടിച്ച് തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി പോയി കാണാം വാ. കാണാൻ ഭയങ്കര രസമായിരിക്കും. ഇവിടെ ഒന്നും ആ പ്രേതത്തിനെ കാണുന്നില്ലല്ലോ. വേണ്ട ഇരിക്കുന്ന അച്ഛാ അവിടെ. ഇരിക്കുന്ന കണ്ട് ചിരി വന്നിട്ട് ഭിത്തി തേച്ച് വെച്ചേക്കുമല്ലേ ഹാപ്പി കിഡ്. പ്രേതങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് വറുത്തെടുക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. അയ്യോ ഇനി ഞാനെന്നാ ഈ പ്രേതത്തിനെ കൊണ്ട് കളഞ്ഞിട്ട് വരട്ടെ, എങ്ങോട്ടേലും കുപ്പത്തൊട്ടി കൊണ്ടിടാം. ആ പ്രേതത്തിനും കൊണ്ട് ഞാൻ കളഞ്ഞ്